നീണ്ടകരയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയായ ഗൗതം കൃഷ്ണയുടെ വീട്ടിലാണ് ഇപ്പോൾ ഫിഷറീസ് മന്ത്രി എത്തുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫിഷറീസ് മന്ത്രി കൂടി അവിടേക്ക് എത്തുന്നത്. ഒരു കുടുംബത്തിൽ നിന്നും 3 പേരെയാണ് നഷ്ടമായത്. അവിടേക്കാണ് ഇപ്പോൾ ഗൗതമിനെ ആണ് ഇനി കണ്ടെത്താനുള്ളത്. അതിൽ ഗൗതമിനെ കണ്ടെത്താൻ ഉള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഇന്നിപ്പോൾ 12ാം ദിനമാണ് ഗൗതമിനെ കാണാതായിട്ട്. ഗൗതമിൻ്റെ അമ്മ രേഷ്മ വലിയ തരത്തിലുള്ള വിമർശനവും പ്രതിഷേധവും ഒക്കെ ഉയർത്തിയിരുന്നു. ഈ തിരച്ചിൽ ഒരു അലംഭാവം ഉണ്ടായി എന്നൊക്കെ ആരോപിച്ച്. അതിനു പിന്നാലെയാണ് ഇന്നലെ മുഖ്യമന്ത്രി എത്തി അവരോട് സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഫിഷറീസ് മന്ത്രി കൂടി അവിടേക്ക് ഗൗതമിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഷമീർ അബ്ദുൾ വിവരങ്ങളുമായി ചേരുകയാണ്. ഷമീർ, എന്തായാലും ഇപ്പോൾ ഫിഷറീസ് മന്ത്രി കൂടി എത്തിയിരിക്കുകയാണ് ഗൗതമിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഏത് രീതിയിലാണ് അവിടെ നടക്കുന്നത്? തീർച്ചയായിട്ടും അല്പസമയം മുമ്പാണ് ഫിഷറീസ് മന്ത്രി അബ്ദുൽ ഗഫൂർ ഇവിടേക്ക് എത്തിയത്. ഫിഷറീസ് മന്ത്രി എന്തുകൊണ്ട് ഇവിടേക്ക് എത്തുന്നില്ല എന്നൊരു ചോദ്യം ഈ കുടുംബം അവശേഷിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തി കുടുംബവുമായി സംസാരിച്ചു. ഫിഷറീസ് മന്ത്രി ഇവിടേക്ക് എത്തുമെന്നും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുമെന്നും മുഖ്യമന്ത്രിയും ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഫിഷറീസ് മന്ത്രിയുടെ സന്ദർശനം. എന്തായാലും പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണക്കിലെടുത്ത് വലിയ പോലീസ് സുരക്ഷയിലാണ് ഫിഷറീസ് മന്ത്രി ഇവിടേക്ക് എത്തിയത്. എന്നാൽ പ്രതിഷേധങ്ങൾക്കൊന്നും നിലവിൽ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ രേഷ്മയുമായി സംസാരിക്കുകയാണ്. കുടുംബം നിരാശയിലാണ്. 12ാമത്തെ ദിവസമാണ് ഇപ്പോഴും തെരച്ചിൽ നടത്തുന്നത്. ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. സംഭവം നടന്ന സ്ഥലം മുതൽ തോട്ടപ്പള്ളി വരെയുള്ള ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസവും തെരച്ചിൽ നടത്തി. പക്ഷേ യാതൊരു തുമ്പും അവശേഷിക്കുന്നില്ല. അതായത് വസ്ത്രം പോലും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് തെരച്ചിൽ എത്തുന്നത്. എന്തായാലും ഇന്നും സ്കൂബ സംഘവും മുങ്ങൽ വിദഗ്ധരും ഒക്കെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ മുങ്ങിയുള്ള പരിശോധന, പുലിമുട്ടടക്കമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നു. എന്തായാലും ഫിഷറീസ് മന്ത്രി ഇവിടെ എത്താൻ വൈകിയതിൽ തീരത്താകമാനം വലിയ പ്രതിഷേധം അലയടിച്ചിരുന്നു. മന്ത്രി ഷിബു ബേബി ജോൺ ആയിരുന്നു ഇവിടെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ എത്തി കുടുംബവുമായി സംസാരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ കുടുംബം ഇന്ന് രാവിലെയും ഷിബു ബേബി ജോൺ ഫോണിൽ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഫിഷറീസ് മന്ത്രി ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും കുടുംബം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഫിഷറീസ് മന്ത്രി കേൾക്കും. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും. ഇപ്പോൾ ഗൗതമിന്റെ അമ്മ രേഷ്മയുമായി സംസാരിക്കുന്ന ഒപ്പം തന്നെ മുത്തച്ഛന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീട്ടിലുണ്ട്. വലിയ തിരക്കാണ്. അവരെ കാണാൻ വേണ്ടി വലിയ പാർട്ടി പ്രവർത്തകരുടെ വലിയ തിരക്ക് കൂടി ഇവിടെ ഉണ്ട്. കാരണം പ്രതിഷേധം വരികയാണെങ്കിൽ തടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൂടുതൽ പാർട്ടി പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ പ്രതിഷേധങ്ങളും ഒന്നും തന്നെ ഇല്ല. മന്ത്രി എത്തി. മന്ത്രി ഇപ്പോൾ അവരുടെ മുറിയിൽ അവരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവരുടെ ആവശ്യങ്ങൾ അവർ മന്ത്രിയോട് ആവശ്യങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുകയാണ്. തിരച്ചിൽ നിർത്തരുത് എന്ന് തുടങ്ങിയ ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയോട് അവർ പറഞ്ഞിരുന്നു. അത് തന്നെയായിരിക്കും അവർ വീണ്ടും ഇന്ന് ഫിഷറീസ് മന്ത്രിയോടും ആവർത്തിക്കുക. എന്തായാലും ഇവിടെ മന്ത്രിയുടെ സന്ദർശനം നടക്കുമ്പോഴും ഗൗതം കൃഷ്ണ